വെൽക്കം ബാക്ക് ടു Edits. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട പോലെ ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് അലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് അതായത് അലൈറ്റ് മോഷൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് അധികം എഫക്ട്സും കാര്യങ്ങളൊന്നുമില്ല, മൂവ്മെൻറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ കീ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീ ഫ്രെയിംസ് കൊടുക്കുന്നതും ആ ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊക്കെ ആ ഒരു ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ 1:1 റേഷ്യോ ആണ് എടുക്കുന്നത്. നിങ്ങൾ വേറെ റേഷ്യോ എടുക്കുമ്പം അതിനനുസരിച്ച് വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ നമ്മൾ ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മൾ എഡിറ്റ് ഷേപ്പിൽ വന്ന ശേഷം എക്സിൻ്റെ വാല്യൂ വന്ന്, അതായത് നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു സ്ക്വയറാണ് നമ്മളിപ്പോൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ വന്ന് 20, അതേപോലെ വൈയുടെ വാല്യൂ വന്നൊരു 500ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ സ്കെയിൽ ടൂളിൽ വന്ന ശേഷം മൂവ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്ത് ഇതേപോലെ കറക്റ്റായിട്ട് ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. ഇനി നമ്മൾ വന്ന് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ അടിക്കുക. ശേഷം ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ വന്ന് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ദെൻ നമ്മൾ എഗെയിൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക ആ ഒരു ലെയർ. ദെൻ നമ്മൾ റൊട്ടേഷനിൽ വന്ന് 90 ഡിഗ്രിയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ മൂവ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഈ ഒരു സ്ക്വയറിന് കണക്കായി കറക്റ്റായി അലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അഗെയിൻ ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ദെൻ ആ ഒരു ലെയർ ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു ലെയറിൻ്റെ തന്നെ ഒന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അത് നമ്മളൊന്ന് ഇതേപോലെ സെൻറ്ററിലായി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ഈ ഒരു സൈഡിലുള്ള ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റും കൂടി എടുക്കുക. ആ ഒരു ലെയർ വന്ന് ഇതേപോലെ സെൻറ്ററായിട്ട് സെറ്റ് ചെയ്യുക. അതായത് ഒരു സ്ക്വയർ നമ്മൾ ഇതേപോലെ 4 ഈക്വൽ പോർഷനായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ഇനി നിങ്ങൾ ചേഞ്ച് ചെയ്യുക. ഇതേപോലെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് വേറെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് നമ്മൾ ആ ഒരു സ്ക്വയർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്യണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മീഡിയയിൽ വരാം. മീഡിയയിൽ വന്ന ശേഷം നിങ്ങൾ ഇതിലേക്ക് 4 ഫോട്ടോസാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ 1:1 ആയതുകൊണ്ട് 1:1 റേഷ്യോ ഉള്ള 4 ഫോട്ടോസാണ് നിങ്ങൾ എടുക്കുക. ഓരോ ഫോട്ടോസായിട്ട് ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്യുക. അത് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നൊരു 360 വരെ സെറ്റ് ചെയ്യുക. 360 കറക്റ്റ് 360 ആക്കി കൊടുക്കുക. ആ ഒരു വാല്യൂ വന്ന് ദെൻ നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതേപോലെ ഫസ്റ്റായി സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഒരുപാട് ലോങ്ങിലേക്ക് വരും. അതായത് ഈ ഒരു പ്രോസസ്സ് തന്നെയാണ് അടുത്തൊരു ഫോട്ടോ ആഡ് ചെയ്യുക. ആ ഒരു പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞാനപ്പോൾ 4 ഫോട്ടോസ് ഇതേപോലെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ചെയ്തത്. ഫോട്ടോ ആഡ് ചെയ്യുക, നമ്മൾ സൂം ഔട്ട് ചെയ്യുക, 360ലേക്ക് സൂം ഔട്ട് ചെയ്യുക. ദെൻ ഇതേപോലെ മൂവ് ടൂൾ സ്കെയിൽ ടൂൾ യൂസ് ചെയ്ത് ഇതേപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു എല്ലാ ബീറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് 0-ൽ 0.15, 1, ദെൻ 2, അതേപോലെ 1.15. ഓക്കെ, ഈ ഒരു ബീറ്റ് മാർക്കൊക്കെ കറക്റ്റായി ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളിതൊന്ന് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഒരു പോയിൻ്റ് കൂടെ വേണം, അതായത് 2.15 കൂടെ വേണം. ഓക്കെ, അപ്പോൾ എല്ലാ ക്ലിപ്സും ആ ഒരു റേഞ്ചിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് സൂം ട്രാൻസിഷനാണ് ഫസ്റ്റ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായി നമ്മൾ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ ടൂൾ എടുക്കുക. ഇതിൽ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം 0.15 ഒരു കീ ഫ്രെയിം. ഇതിൽ പറഞ്ഞാൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ വന്ന് നമ്മൾ 0ലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഈ ഒരു കർവിൽ വന്ന് ഇതിൻ്റെ സെൻറ്ററിലായി വന്ന് നമ്മൾ ഈ ഒരു കർവ് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു കർവ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് വരിക. രണ്ടാമത്തെ ക്ലിപ്പിലെ പോയിൻ്റ് പറഞ്ഞാൽ 0.15ലാണ് ഫസ്റ്റ് കീ ഫ്രെയിം. ദെൻ 1ൽ ഇവിടെ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ 0 ആക്കുക. എല്ലായിടത്തും ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് 0 വരുന്നത്. ദെൻ ഈ ഒരു കർവ് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ തേർഡ് ക്ലിപ്പിലേക്ക് വരിക. അവിടെ വന്ന് നമ്മൾ 1ൽ 1.5ൽ, അതായത് നമ്മൾ ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് കീ ഫ്രെയിം എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മൾ അടുത്ത ക്ലിപ്പിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം വരുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഇവിടെ വന്ന് നമ്മളിപ്പോൾ 1.15ലാണ് ഈ ഒരു ക്ലിപ്പിൻ്റെ എൻഡ് കീ ഫ്രെയിം. അടുത്തൊരു ക്ലിപ്പിൻ്റെ ഫസ്റ്റ് കീ ഫ്രെയിം പറയുമ്പോൾ 1.15ലും 2ലും ആയിരിക്കും. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബീറ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു കേർവ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് പ്ലേ ആയി കിട്ടും. ഇനി നമുക്ക് ആ ഒരു പ്രിവ്യൂവിൽ കണ്ട ആ ഒരു ഫോട്ടോത്തിൻ്റെ ബാക്കിലില്ല ആ ഒരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ ടാപ്പ് ചെയ്ത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക.
ദെൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ അടുത്തായി വരിക, രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ അവിടെ വന്ന് അതിൻ്റെ വാല്യൂ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഒരു 390 392 ആ ഒരു റേഞ്ചിലൊക്കെ, അതായത് അധികം ബോറാവാത്ത രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു കർവ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ലിൽ വന്നിട്ട് കളർ വന്ന് വൈറ്റ് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു ലെയർ ഒന്നും കൂടി സെലക്ട് ചെയ്യുക, എഫക്സിൽ വരെ ആഡ് എഫക്സിൽ ബോക്സ് ബ്ലർ കൊടുക്കുക. ദെൻ ബോക്സ് ബ്ലറിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു 0.2 ആ ഒരു റേഞ്ചിലേക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ഗ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ റെക്റ്റാങ്കിളിൻ്റെ കളറായിട്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് ഏതൊരു കളർ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും മാറ്റിയ സ്ഥിതിക്ക് എല്ലാം റോസാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഏതൊരു കളർ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇതേപോലെ സ്ക്വയർ തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല, വേറെ ഏത് രീതിക്കും നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മെത്തേഡിൽ എല്ലാ ക്ലിപ്പും സെറ്റ് ചെയ്യണം. അതായത് രണ്ടാമത്തെ ക്ലിപ്പ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ എൻഡ് കീ ഫ്രെയിമിലായിട്ട് വരിക. സ്കെയിൽ ടൂളിൽ നമ്മൾ നേരത്തെ കൊടുത്ത സെയിം വാല്യൂ തന്നെ എല്ലായിടത്തും കൊടുക്കുക. അതായത് ഇപ്പോൾ 392 കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വാല്യൂ തന്നെ എല്ലായിടത്തും കൊടുക്കുക. ശേഷം കർവ് അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ചില സമയം നമ്മൾ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ കർവ് പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ നമ്മൾ എന്ത് വെച്ചാൽ നേരത്തെ ആ ഒരു ബോക്സ് ബ്ലർ കോപ്പി ചെയ്യുക, ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ എല്ലാറ്റിലും കണ്ടിന്യൂ ആണ്. ആ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ക്ലിപ്പും ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ഗ്ലോ എല്ലാ ഫോട്ടോത്തിനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസസ്സ് ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ്, കാരണം വീഡിയോ നല്ല ലെങ്ത്ത് വരും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മളത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ സ്കെയിൽ ടൂളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതേപോലെ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ദെൻ അത് ഈ ഒരു വീഡിയോയുടെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക. അതായത് എൻ്റെ വരെ ഉണ്ട് ഉറപ്പ് വരുത്തിയ ശേഷം ഇവിടെ വന്ന് സെലക്ട് ഓൾ ലേയേഴ്സ് കൊടുത്ത ശേഷം ഗ്രൂപ്പ് ചെയ്യുക. ഇതേപോലെ കറക്റ്റായി ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്യുക, മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ വരിക. ഫസ്റ്റ് നമ്മളിതാ ഈ ഒരു രീതിക്ക് സെൻറ്ററിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമ്മളിതൊന്ന് സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പോയിൻറ്റ് 1.5 സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. സോറി ഗൈസ്, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിവിടെ കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ മൂവ് ചെയ്യുന്നതിന് മുമ്പ് സ്കെയിൽ ടൂളിലും മൂവ് ടൂളിലും ഇതേപോലെ കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. ഫസ്റ്റായിട്ട് വന്നിട്ട് ഇതേപോലെ 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടതാണ്. അതായത് സ്കെയിൽ ടൂളിൽ ഇവിടെയും മറ്റേ മൂവ് ടൂളിൽ ഇവിടെ, അതായത് 2 സ്ഥലത്തും ഒരേ സ്ഥലത്ത് തന്നെയാണ് കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടത്. ഫസ്റ്റിലും 0.15 ശേഷമാണ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കീ ഫ്രെയിമിനാണ് വാല്യൂസ് ചേഞ്ച് ചെയ്യേണ്ടത്. അത് നമ്മൾ നോക്കി ഇതേപോലെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനിതാ കറക്റ്റ് ഈ ഒരു പൊസിഷനിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ 1 സെറ്റ് ചെയ്യുക. അതായത് കീ ഫ്രെയിം അടുത്തൊരു കീ ഫ്രെയിം 1 സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്കായിട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഫോട്ടോ വരുന്ന രീതിക്ക് കറക്റ്റായി മൂവ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിപ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ താഴേക്ക് മൂവ് ചെയ്യുക. ഞാനിപ്പോൾ സൈഡിലേക്കാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ 1.15 വന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ ആ ഒരു രീതിക്കാണ് ആ ഒരു സൂം ട്രാൻസിഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈഡൊക്കെ നോക്കി ഒരേപോലെയാണെന്ന് ഉറപ്പ് വരുത്തി ചെയ്യുക. ഓക്കെ, then നമ്മൾ ടൂല് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഈ ഒരു സൈഡിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് പെർഫെക്ഷനിൽ ചെയ്യുക. ദെൻ എൻഡിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു സെൻറ്റർ പോർഷനിലേക്ക് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സെൻറ്ററിലേക്ക് വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെയൊക്കെ നമുക്ക് ഓരോ കർവ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ആ ഒരു കർവ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് ഇവിടെ പേസ്റ്റ് കർവ് ടു ഓൾ കീ ഫ്രെയിംസ് എന്ന് അടിച്ചാൽ എല്ലാ കീ ഫ്രെയിംസിൻ്റെ സെൻറ്ററിലും ആ ഒരു കർവ് വരും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സൂമിലേക്ക് വരിക. ഇവിടെ എൻഡിലായിട്ട് ടൂലും ഇതേപോലെ എൻഡിലുമായിട്ട്, അതായത് ഇവിടെ ടൂലും ഈ എൻഡിലുമായിട്ട് ഓരോ കീ ഫ്രെയിംസ് ആഡ് ചെയ്തിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സൂം ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇവിടെ എത്ര വാല്യൂ ആണോ ഉള്ളത് ആ ഒരു രീതിക്ക് തന്നെ സെറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 1300
സോറി ഈൻ്റെ വാല്യൂ അല്ല, ഇതിൻ്റെ വാല്യൂ ഇതിൻ്റെ വാല്യൂ തന്നെയാണ് എടുക്കേണ്ടത് 1383. ആ ഒരു വാല്യൂ തന്നെ നമ്മൾ എൻഡിലുള്ള ഈ ഒരു കീ ഫ്രെയിമിന് സെറ്റ് ചെയ്യുക 1383. ഓക്കെ, എന്നാലേ ആ ഒരു പെർഫെക്ഷൻ കറക്റ്റ് കിട്ടുകയുള്ളൂ. ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും തിരിയാത്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു കീ ഫ്രെയിമിൻ്റെ സെൻറ്ററിലായിട്ട് ഈ ഒരു കർവ് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ലെയറിൽ നമ്മൾ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്ലറിൽ മോഷൻ ബ്ലർ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ബ്ലറും കിട്ടിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ബ്ലറിൻ്റെ ആ ഒരു വാല്യൂ വന്ന് 1 വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ അത് ഫിൽ സ്ക്രീൻ ചെയ്യുക, സ്കെയിൽ ടൂൾ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്കെയിലും ചെയ്ത് കൊടുക്കുക. ദെൻ അത് വീഡിയോയുടെ എൻഡ് വരെ സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെയായിട്ട് ആ ഒരു ലെയർ സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ ആഡ് എഫക്ട്സിൽ ഗ്രേഡിയൻ്റ് ഓവർലേ കൊടുക്കുക. ഗ്രേഡിയൻറ്റിൻ്റെ കളറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാനിപ്പം ഇതേപോലെ റോസും ബ്ലൂവും ആണ് കൊടുക്കുന്നത് ഇതേപോലെ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ വന്നിട്ട് സ്റ്റാർ ഫീൽഡ്, അതായത് സിമ്പിൾ സ്റ്റാർ ഫീൽഡ് തൊട്ട് ഒരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റാർ ഫീൽഡിൻ്റെ സൈസ് വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു രീതിക്ക് സൈസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു രീതിക്ക് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് ഓപ്ഷനിലാണ്. ദെൻ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, ഇതേപോലെ എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഇതേപോലെ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക, വാല്യൂ ചേഞ്ച് ചെയ്യേണ്ട. ദെൻ നമ്മൾ എൻഡിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക, ഒരു 5 വരെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റ്. ഓക്കെ, ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റാർ ഫീൽഡിൻ്റെ മൂവ്മെൻറ്റും കൂടെ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞാൽ ഇതിൻ്റെ ഓവർലേയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഏതൊരു രീതിക്കുള്ള ട്രാൻസിഷൻ വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് ഈ ഒരു ഞാൻ ചെയ്ത സെയിം സാധനം ചെയ്യണമെന്നില്ല, നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നിങ്ങളുടേതായ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് പുതിയ പുതിയ ട്രാൻസിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.